പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരിയ നാളാണ്. അതായത് വലിയ അഥവാ ശ്രേഷ്ഠമായ ദിവസം എന്നർത്ഥം. പരിശുദ്ധ സകദായുടെ പെരുന്നാൾ ഐക്യത്തിന്റെയും ധൈര്യത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. പെരുന്നാളിന്റെ ഭാഗമായ റാസ നാം എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശമാണ് നാടിന് നൽകുന്നത്. ഒരേ ആത്മാവിന്റെ ഭാഗമായി നാം വിവിധ ശരീരങ്ങളായി കാണപ്പെടുന്നു. ജാതി മത ചിന്തകൾക്ക് അതീതമായ പങ്കാളിത്തം റാസയിൽ നമുക്ക് കാണാം. പെരുന്നാളിന്റെ പുണ്യം റാസ നാട് മുഴുവൻ നൽകുന്നു. പെരുന്നാളിന്റെ ഭാഗമായ വെച്ചൂട്ടും ഐക്യബോധത്തിന് ഉദാഹരണങ്ങളാണ്. പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു. വെച്ചൂട്ടിന് വേണ്ട ഇറച്ചിയും അരിയും വിറകും പല വീടുകളിൽ നിന്നുമാണ് പള്ളിയിൽ എത്തിക്കുന്നത്. വിറകും കയ്യിലെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ഇടവാങ്ങൽ നടത്തുന്ന യാത്രയിലൂടെ അഹംബോധത്തെയാണ് ഇല്ലാതാക്കുന്നത്. അഹംബോധം നശിക്കുമ്പോൾ ഐക്യമുണ്ടാകുന്നു. പല വീടുകളിൽ നിന്നും എത്തിക്കുന്ന സാധനങ്ങൾ ദേവാലയത്തിൽ വെച്ച് ഒന്നിച്ച് ഭാഗം ചെയ്ത് പങ്കിട്ട് ഭക്ഷിക്കുമ്പോൾ നാം ഒന്നായി തീരുകയാണ്. ദേവാലയം നമ്മുടെ വീടായി തീരുക. തിന്മയ്ക്കും അനീതിക്കുമെതിരെ പ്രതികരിക്കുവാനുള്ള ധൈര്യവും പോരാളികളായ ഗീവറിസ് സ്തേഫാനോസ് സകദായുടെ പെരുന്നാൾ കൊണ്ടാടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. പ്രതിസന്ധികളെ ധൈര്യത്തോടും ഐക്യത്തോടും നേരിടുവാനുള്ള ദിശാബോധം സ്തേഫാനോസ് സകദായുടെ പെരുന്നാൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. താൻ കല്ലേറുകൊണ്ട് ഈ ലോകം ഇടയാനായിട്ട് തുടങ്ങുമ്പോഴും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സകദ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ വസിച്ച സകദായുടെ പെരുന്നാളാണ് നാം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഈ സകദ നമുക്ക് എന്നും അനുഗ്രഹമാണ്. ഈ കറ്റാനം ദേശത്തിന് നാനാജാതി മതസ്ഥർക്ക് ഈ സകദ എന്നും അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി, സഹദേന്മാരിൽ പ്രധാനി എന്നീ നിലകളിൽ അറിയപ്പെടുന്ന പരിശുദ്ധനാണ് വിശുദ്ധ സ്തേഫാനോസ് സകദ. ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാന മധ്യേ നാലാം തുദ്ദേനിൽ വിശുദ്ധ കന്യകമറിയാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശേഷണങ്ങൾ നൽകുന്നത് വിശുദ്ധ സ്തേഫാനോസ് സകദായിക്കാണ്. ഷമ്മാസന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെ നാം ഓർക്കണം എന്നാണ് അവിടെ നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലന്മാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഷമ്മാസൻ എന്നാണ് വിശുദ്ധ സ്തേഫാനോസ് സകദ സഭാചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സ്തേഫാനോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കിരീടം എന്നാണ്. കെലീൻ എന്ന അരമേയ പദത്തിന്റെ ഗ്രീക്കിലെ സമാന പദമാണ് സ്തേഫാനോസ്. AD 10 യെറുശലേമിലാണ് സ്തേഫാനോസിന്റെ ജനനം ചരിത്രരേഖന്മാർ സാക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കുറിച്ച് എങ്ങും പരാമർശിക്കുന്നില്ല. സ്തേഫാനോസ് ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യവനനായ ഒരു യഹൂദനായിരുന്നു.
സ്തേഫാനോസ് ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായത് ക്രിസ്തുവിശ്വാസം ലോകമെങ്ങും പരക്കുന്നതിനിടയായി. അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണ കാലഘട്ടങ്ങളിൽ യുവാവായ സ്തേഫാനോസും ക്രിസ്തുവിനെ പറ്റി യവന ക്രിസ്ത്യാനികളുടെ പ്രസംഗിക്കുകയും തന്മൂലം അനേകായിരങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ക്രിസ്തീയ സഭയുടെ കെട്ടുപണിക്കായി വിദ്യാഭ്യാസവും പരിശുദ്ധാത്മ നിറമുള്ളവരുമായ 7 പേരെ ശിഷ്യ സമൂഹം തെരഞ്ഞെടുത്തപ്പോൾ അതിൽ സ്തേഫാനോസ് ഉണ്ടായിരുന്നു. അവരെ അപ്പോസ്തലന്മാർ കൈവപ്പ് നൽകി സഭയുടെ ആദ്യ ശമ്മാശന്മാരായി നിയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധ നൽവരങ്ങൾ പ്രാപിച്ച സ്തേഫാനോസ് ജനത്തിന്മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ മുന്നേറിയ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകളും പീഡനങ്ങളും ഉയർന്നു വന്നെങ്കിലും അതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട് ദൈവിക വേലയിൽ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഉൾപ്പെട്ട ജനസമൂഹം അദ്ദേഹത്തെ നിർദാക്ഷിണ്യം കല്ലെറിഞ്ഞു കൊന്നു. ക്രിസ്തുവിനെ പ്രതി പീഡകളേറ്റ മരണമേറ്റ ആദ്യ രക്തസാക്ഷിയായി സ്തേഫാനോസ് അദ്ദേഹത്തിന്റെ മരണ ഏറസിലേക്ക് സഭയ്ക്ക് പലവിധമായ പീഡനങ്ങളും നേരിടേണ്ടി വന്നു. സ്ലീഹന്മാരിൽ ഒഴികെയുള്ളവർ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പാർത്തു. സഭയിൽ മിഷണറിമാരെ ലോകമെങ്ങും അയക്കുന്നതിന് സ്തേഫാനോസിന്റെ മരണമിടയായി. വിശുദ്ധ സ്തേഫാനോസ് മരണം പ്രാപിച്ചത് AD 35 ആണ്. പൗരസ്ത്യ പാരമ്പര്യപ്രകാരം സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം നടന്നത് ജെറുസലേമിന്റെ കിഴക്ക് കെദ്രോൻ താഴ്വരയിലാണ്. അതുകൊണ്ട് പഴയ ജെറുസലേം പട്ടണത്തിന്റെ പ്രവേശന കവാടം സെന്റ് സ്റ്റീഫൻ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജെറുസലേമിൽ പോകുന്നവർക്കൊക്കെ അത് കാണുവാൻ അത് സാധിക്കും. സ്തേഫാനോസിനെ കപടം കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിൽ നിന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോകുകയും പവിത്രമായി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 4-ാം നൂറ്റാണ്ട് മുതൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകളുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ സ്തേഫാനോസിന്റെ പെരുന്നാൾ ആചാരപൂർവ്വം ആഘോഷിക്കുന്നതും വിശുദ്ധ സ്തേഫാനോസിന്റെ പെരുന്നാൾ യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ചേർന്നു വരുന്ന പടിഞ്ഞാറൻ സഭകൾ ഡിസംബർ 26 സ്തേഫാനോസിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ചില ഓർത്തഡോക്സ് സഭകളിൽ അദ്ദേഹം പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു. ജീവിത സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ കരുതുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സ്തേഫാനോസ്. ചെറുപ്പത്തിലെ ദൈവത്തിനു വേണ്ടി കഷ്ടതകൾ സഹിച്ച ഒരു സ്തേഫാനോസ് സഹത. ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തേഫാനോസ് സഹതായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന അനുഗ്രഹീതമായ ദേവാലയമാണ് കറ്റാനം വലിയ പള്ളി. നാനാജാതി മതസ്ഥരായ നിരവധി ആളുകളാണ് ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ പെരുന്നാളിൽ ഭക്തിപൂർവ്വം ഈ ദിവസങ്ങളിൽ സംബന്ധിക്കുന്നത്. വിശുദ്ധനായ സഹതായുടെ പ്രാർത്ഥനകളിൽ അഭയപ്പെട്ടുകൊണ്ട്
ഈ ദേവാലയത്തിൽ വിശ്വാസപൂർവ്വം കടന്നു വരുന്നവർക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ബലഹീനായി ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ പെരുന്നാളുകളെല്ലാം വ്യക്തമായ ചില ആത്മീയ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ വഹിച്ച വിശുദ്ധരെ പോലെ ക്രിസ്തുവിനെ എപ്പോഴും നമ്മോട് ചേർത്ത് നിർത്തുക എന്നതാണ് പെരുന്നാളുകളുടെ ആദ്യത്തെ ലക്ഷ്യം. വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ സ്തേഫാനോസ് സഹദായെ സ്വർഗത്തിൽ കിരീടമണിച്ച യേശു ക്രിസ്തുവിനെയാണ് നാം സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും. ആ യേശു ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള അവസരമായി എല്ലാ പെരുന്നാളുകളെയും നാം കാണണം. യേശു ക്രിസ്തുവിന് മുൻതൂക്കം കൊടുക്കണം. പെരുന്നാളുകൾ നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ള സമയമാണ്. വിശുദ്ധന്മാരെല്ലാം സാക്ഷ്യമുള്ള ജീവിതം നയിച്ചിട്ടുള്ളവരാണ് ഈ ലോകത്തു നിന്ന് കടന്നുപോയത്. അവർ ദൈവവിശ്വാസത്തിൽ ബലപ്പെട്ടു, എല്ലാവരെയും സ്നേഹിച്ചു, ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തു. കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും സഹിച്ചപ്പോഴും അവർ പതറിപ്പോകാതെ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തി. അതുകൊണ്ട് അവരുടെ ഓർമ്മ ദിനങ്ങൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും എന്നും നിലനിൽക്കുന്നു. അവർ കാണിച്ചു തന്ന മാതൃകയും സാക്ഷ്യ ജീവിതവും നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ സ്തേഫാനോസ് സഹദായെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിലാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആത്മാവും ജ്ഞാനവും ദൈവകൃപയും നിറഞ്ഞവനെന്നാണ് ദൈവവചനത്തിൽ സ്തേഫാനോസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനായി, ശോഭയുള്ളവനായി, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ചരിത്രം മുഴുവൻ ജ്ഞാനത്തോടെ പ്രസംഗിക്കുന്നവനായി, ദൈവകൃപയുള്ളവനായി ദൈവത്തിന്റെ ബലിപീഠത്തിൽ വിശുദ്ധ സ്തേഫാനോസ് ശുശ്രൂഷിച്ചു. കല്ലേറുകൊണ്ട് മരിക്കുമ്പോഴും ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് സഹദാ പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ നമ്മുടെ എതിരാളികളോട്? അദ്ദേഹത്തിന്റെ മരണം ദൈവത്തിന് പ്രീതികരമായ ബലിയായി തീർന്നു. സഹദാ കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ യേശു തമ്പുരാൻ എഴുന്നേറ്റു നിന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിനു വേണ്ടിയും ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവരെ, വേദനകൾ സഹിക്കുന്നവരെ ദൈവം എഴുന്നേറ്റ് ആദരിക്കും എന്നതിൽ നമുക്ക് സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും നമുക്ക് വലിയ മാതൃകയാണ്. മരണം കൊണ്ട് പോലും സഹദാ നമ്മെ അതിശയിപ്പിക്കുകയാണ്. ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗൽ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയത് സ്തേഫാനോസ് സഹദായുടെ ശാന്തമായ മരണം കണ്ടിട്ടാണ്. വിശുദ്ധനായ സഹദയെ വധിക്കുവാൻ സമ്മതം നൽകിയ ശൗൽ സഹദായിൽ വേരൂന്നി രൂപാന്തരപ്പെടുന്നു. ഈ പെരുന്നാൾ നമുക്ക് രൂപാന്തരത്തിന് കാരണമാകട്ടെ. പരിശുദ്ധാത്മ നിറവോടെ, ദൈവഭയത്തോടെ, വിനയത്തോടെ സഹദായെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. ആ പരിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ മധ്യസ്ഥത നമുക്കേവർക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും.